നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ വീഡിയോ അല്ല. നമ്മൾ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നത് ഇൻഡയറക്റ്റ് ടാക്സേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അത് ഓൾമോസ്റ്റ് 70% നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി നമ്മൾ ആ ചെയ്തു വരുന്ന ആ മുറയ്ക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഓരോ വീഡിയോസ് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പുതിയതായിട്ടൊരു സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. പുതിയൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇതൊരു പ്രോബ്ലം പേപ്പറാണ്. നമുക്ക് എല്ലാവർക്കും ടഫാണെന്ന് തോന്നുന്ന ഒരു പ്രോബ്ലം പേപ്പറാണ്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമുക്കത് പഠിച്ചു തുടങ്ങാം. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങളുടെ റെസ്പോൺസ് നോക്കിയിട്ടായിരിക്കും ഇനി അടുത്ത വീഡിയോസ് ചെയ്യണോ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ കൂടുതൽ വീഡിയോസ് വേണം, ഈ സബ്ജക്റ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ റെസ്പോൺസ് മാക്സിമം എൻഡിൽ റീച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോസ് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. FM അഥവാ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണിത്. നമ്മുടെ CA ഇൻ്റർമീഡിയറ്റിനും CMA ഇൻ്റർമീഡിയറ്റിനും CS എക്സിക്യൂട്ടീവിനും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു സബ്ജക്റ്റാണ് നമ്മുടെ FM എന്ന് പറയുന്നത്. അതിൽ കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ തല പോകുകയും, പക്ഷേ നിങ്ങൾ അത്ര പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ GST പഠിച്ചതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾ GST കണ്ടിട്ടില്ലെങ്കിൽ GSTയുടെ പ്ലേലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങളത് കാണുക. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് കടക്കാം. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 2 വേർഡ് ഉണ്ട് അല്ലേ? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് 2 വേർഡ് ഉണ്ട്. നമുക്ക് ആദ്യം ഈ 2 വേർഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റി കൂടുതൽ പഠിക്കാം. ഓക്കെ അല്ലേ? ആദ്യത്തെ വേർഡ് ഫിനാൻഷ്യൽ. ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഫിനാൻസിനെ ബന്ധപ്പെടുത്തിയ കാര്യങ്ങളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണി അല്ലേ, നമ്മുടെ കയ്യിലുള്ള ഫണ്ട്, അല്ലെങ്കിൽ നമ്മൾ കടം മേടിക്കുന്ന ഫണ്ട്, നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടിനെയും മണിയെയും അങ്ങനെയുള്ള നമ്മുടെ വെൽത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കാം? ഫിനാൻസ് എന്ന് വിളിക്കാം. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. അതുപോലെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട് മാനേജ്മെൻറ്റിൽ അല്ലേ. ആ ഫംഗ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ബിസിനസ് അടിപൊളിയാക്കുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഫിനാൻസിനെ ഇതുപോലെ കോർഡിനേറ്റ് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിരിക്കും എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റി കൂടുതൽ പഠിക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമുക്ക് എന്തെന്ന് പറയാം? സയൻസ് ഓഫ് മണി എന്ന് പറയാം അല്ലേ? സയൻസ് ഓഫ് മണി എന്ന് പറയാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമുക്ക് എന്ന് പറയാം സയൻസ് ഓഫ് മണി, അതായത് പൈസയുടെ ശാസ്ത്രം അല്ലേ. നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ ശാസ്ത്രം എന്ന് നമുക്ക് തന്നെ എന്തിനെ പറയാം? ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറയാം. അത്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ഇനി കുറച്ച് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ഈ ഫിനാൻസിനെ പറ്റിയിട്ട്? ആദ്യമേ നമ്മൾ ആദ്യം പറഞ്ഞ മണി എന്നല്ലേ. ആ മണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മണിക്കൊരു ഡെഫിനിഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് മണി? ഒന്ന് സങ്കല്പിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് മണി യൂസ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കി, എന്തിനാണ് മണി, എന്താണ് മണിയെന്ന് നോക്കി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കണം. നമുക്ക് ആഹാരങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്തു. അപ്പോൾ മണി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ മേടിക്കാനുള്ളൊരു മീഡിയമാണോ മണി എന്ന് പറയുന്നത്? ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ പറയാണ്, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, വലിയ വലിയ കമ്പനീസിൻ്റെയൊക്കെ ഓഡിറ്റിംഗ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ കണ്ടിട്ടുണ്ട്, ഈ കമ്പനിക്ക് ഇത്ര രൂപയുടെ ടേൺ ഓവർ ഉണ്ട്, ഇത്ര % ഗ്രോത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര വെൽത്തുള്ള കമ്പനിയാണ്, 100 കോടി വെൽത്തുള്ള കമ്പനിയാണ്. അപ്പോൾ വെൽത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെഷർമെൻ്റ് ആണോ മണി എന്ന് പറയുന്നത്? അപ്പോൾ മണി എന്ന് പറയുന്നത് നോക്കി, വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കൈക്കൂലി കൊടുക്കുന്നു. അപ്പോൾ കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണോ മണി എന്ന് പറയുന്നത്? അപ്പോൾ മണിക്ക് നമുക്കൊരു ഡെഫിനിഷൻ പറയാൻ പറ്റില്ല. ഏറ്റവും നല്ല മണിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് അറിയാമോ? മണി ഈസ് വാട്ട് മണി ഡസ്. മണി ചെയ്യുന്നത് എന്താണോ, അതായത് പൈസ എന്തിനാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് പൈസ. അതാണ് മണിയുടെ യഥാർത്ഥ ഡെഫിനിഷൻ. നമ്മൾ കടം മേടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ, ആരുടെയെങ്കിലും വായ്പ മേടിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ് മണി. നമ്മൾ വെൽത്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നെങ്കിൽ അതിനൊരു വേണ്ടി ഒരു മീഡിയമാണ് മണി. അങ്ങനെയുള്ള നമുക്ക് കുറേ പർപ്പസിന് നമുക്ക് മണി യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ മണി അല്ലെങ്കിൽ ഈ ഫിനാൻസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മുടെ റിയൽ വേൾഡിൽ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ഇത് നിങ്ങൾ ഒരിക്കലും കൈവിടരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് മാനേജീരിയൽ ആക്ടിവിറ്റീസ് which is concerned with the planning and controlling of firms' financial resources. അതായത് ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു പാർട്ണർഷിപ്പിൻ്റെ അവരുടെ ഫിനാൻസിനെ, അതായത് അവർക്ക് ഏതൊക്കെ റിസോഴ്സിൽ നിന്നും പൈസ കിട്ടും, ഏതൊക്കെ റിസോഴ്സിൽ നിന്നും അവർക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, ആ ഫണ്ടിനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക.
ആ ഫണ്ടിനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഈ മാനേജീരിയൽ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഒന്നും കൂടെ പറഞ്ഞേ, ഒരു ബിസിനസ് ഫേമിന് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിക്കോ ഒരു പാർട്ണർഷിപ്പിനോ എന്തിനായിക്കോട്ടെ അവർക്ക് ഏതൊക്കെ റിസോഴ്സിൽ നിന്നും ഫിനാൻസ് കിട്ടുമോ ആ ഫിനാൻസിനെ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിനെ അലോക്കേറ്റ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത് പ്രൊഡക്റ്റീവായിട്ട് നമ്മളതിനെ യൂസ് ചെയ്യുക. ഈ മാനേജീരിയൽ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഒറ്റ വാക്കിൽ എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ? നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വേറൊരു ഡെഫിനിഷൻ നോക്കാം എന്താണെന്ന്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് ജനറൽ മാനേജീരിയൽ പ്രിൻസിപ്പൽ ടു ദ ഏരിയ ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് പൈസ അല്ലെങ്കിൽ സാമ്പത്തികമായി സംബന്ധിക്കുന്ന എല്ലാ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതും സ്ഥലങ്ങളിൽ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന മാനേജീരിയൽ ഫംഗ്ഷൻസിനെ അലോക്കേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. മാനേജീരിയൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? അതായത് കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, പ്ലാനിങ്, എക്സിക്യൂട്ടിങ്, ഇങ്ങനെ കുറേ മാനേജീരിയൽ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഫിനാൻസിന് വേണ്ടിയിട്ട്, അതായത് എവിടെ പൈസ വേണം, എവിടെ നിന്നൊക്കെ നമ്മൾ പൈസ കണ്ടെത്തണം, ആ പൈസ നമ്മൾ എങ്ങോട്ടൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്, എത്ര രൂപയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ഇത്രയും കൂടാൻ പാടുണ്ടോ, അപ്പോൾ എല്ലാം മണിയാണ്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഫുൾ പ്ലാനിങ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ് എല്ലാം ചെയ്യുന്ന ഒരു മാനേജീരിയൽ ഫംഗ്ഷൻസിന് നമുക്ക് ഓവറോൾ എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം. പറഞ്ഞൂടെ? സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു 4 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ 4 ഒബ്ജക്റ്റീവ്സ്. നമുക്ക് എത്ര ഒബ്ജക്റ്റീവ്സ് വേണമെങ്കിലും എഴുതാം കേട്ടോ. നമുക്ക് എക്സാമിന് ഉറപ്പായിട്ടും തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾ ഭാഗ്യമാണെന്ന് സങ്കല്പിച്ചാൽ മതി. കാരണം തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. പക്ഷേ പ്രോബ്ലംസും നല്ലതാണ്, നമ്മൾ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ തിയറി ആണെങ്കിൽ സ്കോർ ചെയ്യാനുള്ള പെർസെൻറ്റേജ് കൂടുതലാണ്. മറ്റേതിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് മാർക്ക് കട്ട് ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി അവിടെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. നോക്കി, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ? അതങ്ങനല്ലേ എല്ലാ കമ്പനീസിൻ്റെയും എല്ലാവരുടെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. പ്രോഫിറ്റ് എന്താ? മാക്സിമൈസ് ചെയ്യുക. ഇതൊരു ഏർലിയർ സെൻസ് ആയിരുന്നു. അതായത് പണ്ടായിരുന്നു, അതായത് കുറേ നാൾ മുമ്പായിരുന്നു ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ചിന്തിക്കുന്ന പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടാനുള്ള ലാഭം കൂട്ടിയെടുക്കുക. പക്ഷേ അതല്ല. ഇപ്പോൾ നമ്മുടെ ഈ ന്യൂവർ ഡേയ്സിൽ നമ്മുടെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് എന്താണെന്ന് അറിയാമോ? വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ? അതെന്താണ് പ്രോഫിറ്റും വെൽത്തും തമ്മിലുള്ള വ്യത്യാസം? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതായത് നമ്മൾ 100 രൂപയുടെ സാധനം പ്രൊഡ്യൂസ് ചെയ്തു, 150 രൂപയ്ക്ക് കസ്റ്റമറിന് വിൽക്കുകയാണെങ്കിൽ 50 രൂപ പ്രോഫിറ്റ്. അത് മാത്രമേ ഉള്ളൂ ജസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മളൊന്ന് ആലോചിക്കുകയും നമുക്ക് പ്രോഫിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പ്രൈസ് കൂട്ടി. അങ്ങനെ പ്രൈസ് കൂട്ടുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഷോർട്ട് ടേമിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടും. പക്ഷേ ആൾക്കാർ സ്വാഭാവികമായിട്ട് ആ സാധനം മേടിക്കാനുള്ള അളവ് കുറഞ്ഞ് നമ്മുടെ പ്രോഫിറ്റും കുറയും, നമ്മുടെ ബിസിനസ് നശിക്കും അല്ലേ? പക്ഷേ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ പോലെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞ ഒരു നാരോ സെൻസ് അല്ല. ഈ വെൽത്ത് മാക്സിമൈസേഷനകത്ത് എല്ലാം വരും. അതായത് പ്രോഫിറ്റ് കൂട്ടുക, നമ്മുടെ ചിലവ് കുറയ്ക്കുക, നമ്മുടെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുക, കസ്റ്റമറിനെ റിസർച്ച് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഷെയറിൻ്റെ വില കൂട്ടുക, ഇങ്ങനെയുള്ള എല്ലാം വരുന്ന ഒരു ബ്രോഡർ സെൻസാണ് എന്തെന്ന് പറയുന്നത്? വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത്? വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. ഈ പ്രോഫിറ്റും എന്തിനകത്ത് വരും? ഈ വെൽത്ത് മാക്സിമൈസേഷനകത്ത് വരും. നമ്മുടെ ഫേമിൻ്റെ ഗുഡ് വില്ല് കൂട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവരുടെ കയ്യിലുള്ള ഷെയർസിൻ്റെ റേറ്റ് കൂട്ടുക. ഗുഡ് വില്ല് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷെയറിൻ്റെ വില കൂടുന്ന സമയത്ത് ഗുഡ് വില്ല് കൂടും, അല്ലെങ്കിൽ ഗുഡ് വില്ല് കൂടുമ്പം എന്ത് ചെയ്യാം? ഷെയറിൻ്റെ വില കൂടും. അതുപോലുള്ള എല്ലാ കാര്യങ്ങളും പ്രോഫിറ്റ് കൂട്ടുക, നമ്മുടെ കോസ്റ്റ് കുറയ്ക്കുക, എവിടെയാണ് നമ്മൾ ഫൈനാൻസ് കൂടുതൽ ആഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരും, നമ്മുടെ ഈ വെൽത്ത് മാക്സിമൈസേഷനകത്ത് വരും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. ട്രേഡ് ഓഫ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. നോക്കി, റിസ്ക്കും റിട്ടേണും ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. എവിടെയാണോ റിസ്ക് കൂടുന്നത് അവിടെ എന്തും കൂടും? നമ്മുടെ റിട്ടേണും കൂടും. നമ്മുടെ റിസ്ക് നിൽക്കുന്നത് ഇവിടം വരെയാണെങ്കിൽ പ്രോഫിറ്റ് ഇവിടം വരെ ആയിരിക്കും. റിസ്ക് കൂടുന്തോറും പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും, റിസ്ക് കുറയും തോറും പ്രോഫിറ്റും കുറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ റിയൽ വേൾഡിൽ നമ്മൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ റിസ്ക് ഉള്ള ഷെയർസിലായിരിക്കും നമുക്ക് കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ അവർ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതുപോലെ റിസ്ക് കുറച്ച് എവിടെയാണോ അവിടെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിന് തുച്ഛമായിട്ട് വെറും ഒരു 8% അല്ലെങ്കിൽ 10% പലിശയാണ് തരുന്നതെന്ന് വിചാരിക്കുക. അത് വളരെ സെക്യൂർഡാണ്, അവിടെ റിസ്ക് വളരെ കുറവാണ്, നമുക്ക് ആനുവലി കിട്ടുന്ന വെറും 10% പലിശ മാത്രമാണ്. പക്ഷേ നമ്മൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഷെയർസ് എന്ന് പറയുന്നത് നല്ല ഹൈ റിസ്ക് ആയിട്ടുള്ള ഷെയർസ്,
ആ ഷെയർസിൽ നമ്മൾ പൈസ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് ബെയർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, പ്രാപ്തരാണ്, റിസ്ക് ബെയർ ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ പൈസ സേവിങ്സിനെ നമ്മൾ ഷെയർസിലിടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഫിറ്റ് കൂടാനാണ് ചാൻസ് കൂടുതലായിട്ടുള്ളത്. അപ്പം റിസ്ക്കും പ്രോഫിറ്റും അല്ലെങ്കിൽ റിസ്ക്കും നമ്മുടെ ഈ റിട്ടേണും തമ്മിൽ ഒരു ട്രേഡ് അവർ തമ്മിലുള്ള കറക്റ്റായിട്ട്, അതായത് നമ്മൾ എത്ര റിസ്ക് ഉള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്ക് എത്ര റിട്ടേൺ വേണം കിട്ടാൻ, അല്ലെങ്കിൽ ഇത്രയും റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര റിസ്ക് ഉള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇത് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. അടുത്ത ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കി, എഫിഷ്യൻറ്റ് യൂസ് ഓഫ് എക്കണോമിക് റിസോഴ്സ് മെയിൻലി ക്യാപിറ്റൽ. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ എക്കണോമിക് റിസോഴ്സ് മെയിനായിട്ട് പറഞ്ഞാൽ ക്യാപിറ്റൽ, അതിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റലുണ്ട്, അല്ലാതെ നമ്മുടെ അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ പഠിക്കും. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കി, സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എവിടെയൊക്കെയാണ്, അതായത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണ്. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അവിടെ ഉണ്ടോ, സെയിൽ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ടോ, അല്ല നമ്മളൊരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് മേഖലകളുണ്ടല്ലേ ഒരു ബിസിനസ്സിന്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതിന് മുമ്പ് ഒരാളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ഫിനാൻസിൻ്റെ ഹെഡ്, എല്ലാ ഫേമുകളിലും ഫിനാൻസിനൊരു ഹെഡ് കാണും. അതായത് ഈ ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു ഹെഡ് കാണും. അതെപ്പോഴും ആരായിരിക്കും, നമ്മുടെ ഫേമിൻ്റെ അല്ലെങ്കിൽ ആ ബിസിനസ് എൻറ്റിറ്റിയുടെ കമ്പനിയുടെ CEO ആയിരിക്കും. ആ CEO ആണ് ഈ ഫിനാൻസുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ. നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്ന ആളാണ് നമ്മുടെ ഈ CEO എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഡിസിഷൻസ് എല്ലാം എടുക്കുന്ന അന്തിമ വാക്ക് ആരായിരിക്കും, നമ്മുടെ ഈ CEOയുടെ ആയിരിക്കും. അപ്പം ആ പുള്ളിക്കാരന് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് ആ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്താൽ മതി. നിങ്ങൾ ഇതൊന്നും കാണാനൊന്നും പഠിക്കണ്ട കേട്ടോ, കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ കയ്യിൽ നിന്നിടുക, നമ്മുടെ പോയിന്റ്സ് നന്നായിട്ട് ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഓക്കെ, എസ്റ്റിമേറ്റിംഗ് ഫണ്ട് റിക്വയർമെൻറ്റ്സ്. അതായത് നമുക്ക് എത്ര ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അതായത് നമ്മുടെ ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു എക്സ്പാൻഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ. അത് കഴിഞ്ഞിട്ട് റേസിംഗ് ഫിനാൻസ്, നമ്മൾ പല സോഴ്സിൽ നിന്നും ആ ഫണ്ട് എന്ത് ചെയ്യുക, റേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിംഗ് ഫണ്ട്, ആ ഫണ്ട് നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ. ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഷോർട്ട് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇടണോ, അതോ ഫിക്സഡ് ക്യാപിറ്റലിലേക്ക് ഇടണോ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി നോക്കി, ഫണ്ടിങ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതായത് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് കൊടുക്കുക, മാനേജിങ് ഫണ്ട്, ട്രഷറി ഓപ്പറേഷൻസ്, എൻഷുറിങ് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കുക. എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനെ കേട്ടിട്ടുണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാണ്, എന്താണ് സ്റ്റേക്ക് ഹോൾഡർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ് അല്ലേ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്. അത് നമുക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ. ഉദാഹരണം പറയുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബാങ്കേഴ്സ്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, ഇതുപോലുള്ള ഡയറക്ടേഴ്സ്, ഇതുപോലുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് കളക്റ്റീവ്ലി എന്തെന്ന് വിളിക്കാം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കാം. കാരണം ബിസിനസ്സിനോട് അവർക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്, കാരണം അത് അവരുടേയും കൂടെയാണ്. അല്ലെങ്കിൽ ആ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയാലേ അവർക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മളെന്ന് വിളിക്കുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവർക്ക് പ്രോപ്പറായിട്ട് എന്ത് കിട്ടുക, സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ അർത്ഥം നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. റീപേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ്, നമ്മുടെ ബോറോയിങ്സിലെ ഇൻട്രസ്റ്റുകളെല്ലാം റീപേ ചെയ്യുക. റീപേയ്മെൻറ്റ് ഓഫ് ലെൻഡേഴ്സ് ഇൻ ഡ്യൂ ഡേറ്റ്, നമ്മുടെ കറക്റ്റ് ഡ്യൂ ഡേറ്റിൽ തന്നെ ലെൻഡേഴ്സിന് പൈസ കൊടുക്കുക. മാക്സിമൈസിങ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. നമ്മൾ പറഞ്ഞ കാര്യമില്ല, ഷെയർസിൻ്റെ വില കൂട്ടുക, കാര്യങ്ങളെല്ലാം ചെയ്യുക. അടുത്ത് നോക്കി, ഇൻ്റർഫേസിങ് വിത്ത് ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുക. അതായത് നമ്മളെ ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അടുത്ത് നോക്കി, അവയർനെസ് ഓഫ് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്, പുതിയ ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയിട്ട് നന്നായിട്ട് അവെയർ ആയിരിക്കുക. ഇൻക്രീസിങ് ഫേംസ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, നമ്മുടെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, സാമ്പത്തികപരമായിട്ടുള്ള ശക്തി, ദൃഢത വർദ്ധിപ്പിക്കുക. അടുത്ത് നോക്കി, സ്റ്റിക്ക് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്, അതായത് നമ്മൾ നമ്മുടെ റൂളും കാര്യങ്ങളൊക്കെ പ്രകാരം തന്നെ നമ്മളെല്ലാം എന്ത് ചെയ്യുക, മുമ്പോട്ട് കൊണ്ടുപോകാനും നന്നായിട്ട് എൻഷുർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന നമ്മുടെ CEO അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ ഹെഡ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഈ പുള്ളിക്കാരൻ ചെയ്യുന്ന ഈ റെസ്പോൺസിബിലിറ്റീസിനെ നമുക്ക് കളക്റ്റീവലി അതിൻ്റെ സ്കോപ്പ് എന്ന് വിളിക്കാം. നമുക്ക് നോക്കാം, ജസ്റ്റ് അതിൻ്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫിനാൻസ് ഈസ് കൺസേൺഡ് വിത്ത് ക്യാഷ്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസേൺഡ് വിത്ത് ക്യാഷ് ആണ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പുതിയതായിട്ടൊന്നുമില്ല. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റേസിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ഫണ്ട് ഓൺ ആൻ എൻ്റർപ്രൈസ്. അതായത് ഒരു എൻ്റർപ്രൈസിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ, ഫണ്ട് റേസ് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക.
അത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു സ്കോപ്പാണ്. അതായത് ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിനേക്കല്ലേ നമ്മൾ സ്കോപ്പ് എന്ന് വിളിക്കുക. അവിടെ നോക്കി, ഇറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് ഓവറോൾ മാനേജ്മെൻറ്റ് rather than especially staff concerned with fund raising operations. ഇനി നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ, അതായത് ഇത് ഒരു ഇൻറ്റഗ്രേറ്റഡ് പാർട്ടാണ്, അതായത് ഇൻറ്റഗ്രൽ പാർട്ടാണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മാനേജറിയൽ ഫംഗ്ഷനാണിത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ആ ഫണ്ടുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ആ ഫേമിൻ്റെ ഫുള്ളായിട്ട് ആ ഫേമിൽ എത്ര എംപ്ലോയീസ് ഉണ്ടോ അവരെല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്തിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുള്ളത്. ഓക്കെ അല്ലേ. ഇനി ഷെയർ ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നോക്കാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഏതൊക്കെ മേഖലയിലാണ് നമ്മുടെ ഈ ഫിനാൻസ് നമ്മൾ എവിടെയൊക്കെയാണ് നമ്മളുമായിട്ട് അവർക്ക് ബന്ധമുള്ളത്. നമുക്ക് നോക്കാം. പർച്ചേസിങ് ഫംഗ്ഷൻ ഇല്ലേ, നമ്മളൊരു കമ്പനി കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്, അവിടെ എന്ത് വേണം? ഫിനാൻസ് വേണം. അപ്പം നമ്മുടെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അവിടെ റോളുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതായത് ഏത് സോഴ്സിൽ നിന്ന്, അത് ഏത് സ്ഥലത്തു നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, ഏറ്റവും കോസ്റ്റ് കുറവ് ഏതാണ്, ഏറ്റവും ക്വാളിറ്റി കൂടുതൽ ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ക്രെഡിറ്റ് പീരീഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അപ്പം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നിയറസ്റ്റിൽ കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഏറ്റവും നല്ല ഗുഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട കുറേ തീരുമാനങ്ങൾ അവിടെ കാണത്തില്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്തും റോളുണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണ്, അതായത് ഒരു വലിയൊരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. ഏറ്റവും ദൃഢതയുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ചെയ്യാം, നമുക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വേണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി മൊത്തം വേണം. എംപ്ലോയീസ് വേണം, ഇവർക്ക് എല്ലാവർക്കും ഫണ്ട് വേണം അല്ലേ. അല്ലെങ്കിൽ അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സുകൾ, നമുക്ക് മെഷീൻസ് ആണോ കൂടുതൽ ഉപയോഗിക്കേണ്ടത്, അതോ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നിക്സ് ആണോ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഫിനാൻസ് കൂടുതൽ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റോളുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സെയിം കാര്യം തന്നെ, നമ്മൾ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്ത് കോസ്റ്റ്, എന്ത് ചിലവ് വരും അല്ലേ, അത് നമ്മൾ കണ്ടുപിടിക്കുക. പ്രോപ്പറായിട്ട് നമ്മളെ കോസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മളത് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് എത്ര പ്രൈസ് ഇടാൻ പറ്റും, നമുക്ക് എങ്ങനെ എത്ര പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ പിടിച്ചു നിർത്താൻ പറ്റും, അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റോളുണ്ട്. അതുപോലെ അക്കൗണ്ടിങ് ഫംഗ്ഷൻ, ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ. അക്കൗണ്ടിങ് ഫംഗ്ഷൻ നമുക്ക് പറയേണ്ട കാര്യമില്ല, ഫുള്ളി ഫിനാൻസ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ, ഒരു ഫേമിൽ ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് സാലറി കൊടുക്കണ്ടേ. അപ്പോൾ അവിടെ എന്തുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റോളുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എവിടെ ചെയ്യുന്നു അവർക്ക് മാത്രമേ ഫ്യൂച്ചറിൽ എക്സിസ്റ്റൻസ് ഉള്ളൂ. അതായത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാനും കഴിവുള്ള ആൾക്കാർ ആരാണോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് നേരത്തെ കൂടി ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരാണോ അവർക്ക് മാത്രമേ എന്തുള്ളൂ, നമ്മുടെ ഇപ്പോഴത്തെ ഈ സിനാരിയോയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു റോൾ അവർക്കുള്ളൂ. മെയിനായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നോക്കിയ കമ്പനി അല്ലേ. നോക്കിയ കമ്പനി പണ്ട് ഭയങ്കര തരംഗമായിരുന്നു, എല്ലാ വീട്ടിലും കാണും 2-3 നോക്കിയ ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു 0.5% പോലും, അതായത് ഒരു 1% പകുതി പോലും ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ള കമ്പനീസിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ട്രെൻഡ് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നത്, ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മാർക്കറ്റിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ നോക്കിയ അത് അഡോപ്റ്റ് ചെയ്തില്ല. അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടത്തിയിരുന്നെങ്കിൽ അന്ന് അവർക്ക് അതിനോടൊപ്പം കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ടെക്നിക്സ് ഒക്കെ അവർ അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് അന്ന് മാർക്കറ്റിൽ വീണ്ടും പിടിച്ചു വന്നിടായിരുന്നു. ഇപ്പോൾ അവർ വീണ്ടും ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കുഴപ്പമാണ്. അപ്പോൾ ഓക്കെ അല്ലേ, നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ പഠിച്ചുള്ളൂ ഇൻട്രൊഡക്ഷൻ ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സംഭവം നോക്കാം, അതായത് കീ ഡിസിഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമ്മുടെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് എവിടെയൊക്കെയാണ്, അതായത് ഈ ഫണ്ട് ഫിനാൻസുമായിട്ട് സംബന്ധിക്കുന്ന ഏതൊക്കെ മേഖലകളിലാണ്, എവിടെയൊക്കെയാണ് നമ്മൾ എന്തിനൊക്കെ പറ്റിയിട്ടാണ് ഡിസിഷൻസ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസിനെ നമുക്ക് 3 കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, രണ്ടാമത്തെ ഫിനാൻസിങ് ഡിസിഷൻ, മൂന്നാമത്തെ ഡിവിഡൻഡ് ഡിസിഷൻ. 3 ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, മൂന്നാമത്തേത് ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാം. നോക്കി, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതായത് നമ്മൾക്ക് കുറച്ച് ഫണ്ട് നമുക്ക് എവിടെയെങ്കിലും അലോട്ട് ചെയ്തു, അതായത് ജസ്റ്റ് ഒരു 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ഫണ്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ CEO എടുക്കേണ്ട തീരുമാനം, ആ 10 ലക്ഷം രൂപയിൽ എത്രയാണ് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത്, എത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ ഇനത്തിലേക്ക് നമ്മൾ വകയിരുത്തേണ്ടത്. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിക്കുക, വെഹിക്കിൾസ് മേടിക്കുക, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മേടിക്കുക, ഇങ്ങനെയുള്ള ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്ര കൊണ്ടുപോകണം, അത് കഴിഞ്ഞ് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് എത്ര കൊണ്ടുപോകണം, ഇങ്ങനെയുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കണ്ടേ. അത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് അല്ലേ എടുക്കേണ്ടത്. ആ മാനേജ്മെൻറ്റിന് നമ്മുടെ മാനേജ്മെൻറ്റ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് താഴെ വരുന്ന പരിപാടികളല്ലേ ഇതൊക്കെ. അപ്പോൾ നോക്കി, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്
രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, രണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇത് രണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. ഇനി പലയിടത്തും നമ്മൾ ഈ വേർഡ് കാണും, അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് നോക്കാം, നമ്മൾ പലയിടത്തും കാണും. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മുടെ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ വരുന്നത്. അവിടെ നോക്കി, അനലൈസിങ് റിസ്ക് ആൻഡ് റിട്ടേൺ. ഇവിടെ നമ്മൾ എന്ത് നോക്കണം? റിസ്ക് എത്രയാണെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് അവിടെ കിട്ടുന്ന റിട്ടേൺ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? ഇനി നോക്കി, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് പൈസ എപ്പോഴും ബിസിനസ്സിൽ ഇട്ടിരിക്കണം അല്ലേ? അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര എമൗണ്ട് ആണ് മാറ്റി വെക്കേണ്ടത്, അതാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന തീരുമാനം. അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും. ഇത് ട്രേഡ് ബിറ്റ്വീൻ ഇക്വിറ്റീസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. നമ്മുടെ ഇക്വിറ്റി എന്ന് പറഞ്ഞ ടേം നിങ്ങൾക്ക് അറിയില്ല, എന്താണ് ഇക്വിറ്റി എന്ന് പറയുന്നത്? അതായത് ഏറ്റവും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ഏതാണ്? നമ്മൾ പറയും ക്യാഷ് എന്ന് അല്ലേ? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് എത്ര പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ ലിക്വിഡിറ്റി കൂടുതലാണെന്ന് പറയാം. ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ് തന്നെയാണ്. കാരണം ക്യാഷ് നമുക്ക് എത്ര പെട്ടെന്ന് വേണമെങ്കിലും ഏത് ഫോമിലോട്ട് വേണമെങ്കിലും, ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മേടിക്കണമെങ്കിൽ അങ്ങനെ, ഗുഡ്സ് മേടിക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഡെറ്റ് തീർക്കണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് അല്ലേ? അപ്പോൾ അതാണ് ലിക്വിഡിറ്റി. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്യാപിറ്റലിലേക്ക് എത്ര മാറ്റി വയ്ക്കണം, വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് എത്ര മാറ്റി വയ്ക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ സംഭവം എന്താണെന്ന് നോക്കാം, ഫിനാൻസിങ് ഡിസിഷൻ. രണ്ടാമത്തെ സംഭവം എന്താണ്? ഫിനാൻസിങ് ഡിസിഷൻ. അതായത് നമ്മൾ ഈ ഫണ്ട് എവിടെയെങ്കിലും കണ്ടെത്തണ്ടേ? ഈ കണ്ടെത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ ഒരു ഫണ്ട് റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും നമുക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് വീണ്ടും ഫണ്ട് റേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്ത് പുതിയ ഷെയർ ഹോൾഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് ഫണ്ട് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ നോക്കിയാൽ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കമ്പയർ ചെയ്യണം? ഇവിടെ എവിടെയാണ് കോസ്റ്റ് കൂടുതൽ, എവിടെയാണ് കോസ്റ്റ് കുറവ്, അല്ലെങ്കിൽ ഒരു നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സ്ഥലത്ത് നിന്ന് കിട്ടാനുള്ള റിട്ടേൺ എന്താണ്, അതൊക്കെ നമ്മൾ ഇനി പഠിക്കും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒക്കെ നമ്മൾ കോസ്റ്റിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇതിന് കീഴിൽ വരുന്നൊരു സംഭവമാണ്. ഫിനാൻസിങ് ഡിസിഷൻ്റെ കീഴിൽ വരുന്നൊരു സംഭവമാണ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ എന്ത് ചിലവ് വരും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നഷ്ടപ്പെടുത്തും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ നോക്കി, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അതായത് എത്രയാണ് ഇക്വിറ്റി ഷെയർസ് വേണ്ടത്, എത്രയാണ് നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് വേണ്ടത്, എത്രയാണ് ഡെറ്റ് ഇക്വിറ്റി വേണ്ടത്, എത്രയാണ് ഓണേഴ്സ് ക്യാപിറ്റൽ വേണ്ടത്. അപ്പോൾ ഈ ടേംസ് ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പരിചയപ്പെടാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ തന്നെ അതൊക്കെ കവർ ചെയ്യാൻ നോക്കാം. ലിവറേജസ് നമ്മൾ പഠിക്കും. ലിവറേജ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കും. നമുക്ക് അവിടെ എത്തുമ്പോൾ ലിവറേജിനെ പറ്റിയിട്ട് കൂടുതലറിയും. അടുത്ത ഡിവിഡൻഡ് ഡിസിഷൻ. അതായത് നമ്മൾ ഈ ഫിനാൻസ് വെച്ചിട്ട് ഇൻവെസ്റ്റിങ്ങും ചെയ്തു, പല സോഴ്സിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്തു, അത് ഇൻവെസ്റ്റ് ചെയ്തു, റിട്ടേൺ ഉണ്ടായി. ആ റിട്ടേൺ നമ്മൾ എങ്ങനെ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ? നമ്മൾ ഓണേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണ്ടേ? അപ്പം നമ്മളിവിടെ കുറച്ച് തീരുമാനം എടുക്കണം. അതായത് ആ പ്രോഫിറ്റ് വരുന്ന സമയത്ത് എത്രയാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടത്, എത്രയാണ് നമ്മുടെ ഫേമിലേക്ക് റീറ്റെയിൻ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഡിസിഷൻ നമ്മളവിടെ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ 3 ഡിസിഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കീ ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസിങ്, ഡിവിഡൻഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ആക്കണം, എത്ര ഫിക്സഡ് ക്യാപിറ്റൽ ആക്കണം. ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ലിവറേജ്. അതുപോലെ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഡിവിഡൻഡ് നമ്മൾ പേ ചെയ്യണം, എത്ര നമ്മൾ റീറ്റെയിൻഡ് ആയിട്ട് ഏൺ ചെയ്യണം. അപ്പോൾ ഈ ഡിവിഡൻഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പോളിസീസും കാര്യങ്ങളൊക്കെയാണ് ഇതിന് കീഴിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓരോ വേർഡും ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഡിറ്റർമിനിങ് ഫിനാൻഷ്യൽ നീഡ്സ്. നമ്മുടെ ഫിനാൻഷ്യൽ നീഡുകൾ മനസ്സിലാക്കുക. ഡിറ്റർമിനിങ് സോഴ്സ് ഓഫ് ഫണ്ട്. ഏതൊക്കെ സോഴ്സ് ഓഫ് ഫണ്ടുകളാണ് ഉള്ളതെന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക, അതിനെ അനലൈസ് ചെയ്യുക. അടുത്ത ഫിനാൻഷ്യൽ അനാലിസിസ്, പ്രോപ്പറായിട്ട് അനാലിസിസ് നടത്തുക. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എപ്പോഴും ഒപ്റ്റിമൽ ആയിരിക്കണം. ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ കൂടുതലൊന്നുമില്ല. ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ മാക്സിമം കോസ്റ്റ് കുറച്ചുകൊണ്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട്, അതാണ് ഒപ്റ്റിമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എപ്പോഴും ഒപ്റ്റിമൽ ആയിരിക്കണം. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്, ഫിക്സഡ് അസറ്റ് മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമുക്ക് പ്രത്യേകം ചാപ്റ്ററായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. കോർപ്പറേറ്റ് ടാക്സേഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഡിവിഡൻഡ് പോളിസീസ്, അക്വിസിഷൻ ആൻഡ് മെർജർ. കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ലാഗ് എടുപ്പിക്കുന്നില്ല. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതായത് സോഴ്സ് ഓഫ് ഫിനാൻസ്.
സോഴ്സ് ഓഫ് ഫിനാൻസ് നമ്മൾ +1 +2 പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. +1 +2 നമ്മൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിച്ചപ്പോൾ അതിൽ പഠിച്ചാണ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ 1 വേർഡ് ചോദിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനോ ഒക്കെ വളരെ ചാൻസ് ഉള്ള ടോപ്പിക്കാണിത്. അപ്പോൾ നിങ്ങൾ ഇതിലുള്ളത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് പഴയ ഓർമ്മകളൊന്ന് ജസ്റ്റ് പൊടി തട്ടിയെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് നോക്കാം. സോഴ്സ് ഓഫ് ഫിനാൻസ് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമുക്ക് ഫിനാൻസ് റേസ് ചെയ്യാൻ പറ്റുക, അത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമുക്ക് പണം കണ്ടെത്താൻ പറ്റുക. നമുക്ക് 2 രീതിയിൽ ആ സോഴ്സുകളെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് അതിൻ്റെ കാലാവധിയുടെ ബേസിൽ നോക്കി, ഷോർട്ട് ടേം എന്നും മീഡിയം ടേം എന്നും ലോങ് ടേം എന്നും നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ 1 കൊല്ലത്തിൽ താഴെ, മീഡിയം ടേം എന്ന് പറഞ്ഞാൽ 1 നും 5 നും ഇടയ്ക്ക്, ലോങ് ടേം എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തിന് മേലെ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും പഠിച്ചില്ല. അടുത്ത നമുക്ക് വേറെ രീതിയിലും നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഓണേഴ്സ് ഫണ്ട് എന്നും ബോറോഡ് ഫണ്ട് എന്നും. ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉടമസ്ഥന്മാരുടെ, അതായത് നമ്മുടെ ഓണേഴ്സിൻ്റെ ഫണ്ട്. ആ ഫണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കുറച്ചായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ബോറോഡ് ഫണ്ട് നമ്മൾ കടം വാങ്ങിയ പൈസ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിലുള്ള ഫണ്ടുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് വായിച്ച് ഞാൻ വിടുന്നേ ഉള്ളൂ. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഒരു 2 വീഡിയോ എങ്കിലും വേണം മിനിമം നമ്മുടെ ഈ സോഴ്സസ് ഓഫ് ഫണ്ടിലും പല വെറൈറ്റീസ് ഓഫ് ഫണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഫണ്ടുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടങ്ങ് പോകാം, മാത്രമേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നമ്മുടെ മെയിൻ ടോപ്പിക് ഇനി കിടക്കുകയാണ്. കണക്കുകളും കാര്യങ്ങളൊക്കെ നമ്മളിനി പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നോക്കി, ഷോർട്ട് ടേം സോഴ്സുകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നോക്കി, ട്രേഡ് ക്രെഡിറ്റ് നമുക്കറിയാം, അഡ്വാൻസസ് ഫ്രം കസ്റ്റമേഴ്സ്, ഷോർട്ട് ടേം പ്രൊവിഷൻസ്, ബാങ്ക് അഡ്വാൻസസ്, ഫാക്ടറിംഗ്, കൊമേഴ്ഷ്യൽ പേപ്പർ, പബ്ലിക് ഡെപ്പോസിറ്റ്, ഇന്റർ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ ഡെപ്പോസിറ്റ്സ്, ഷോർട്ട് ടേം ആൻഡ് അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്, ബ്രിഡ്ജ് ക്യാപിറ്റൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇതൊക്കെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ സപ്ലൈസിനോട് കുറച്ച് നാൾ, 1 മാസം കഴിഞ്ഞിട്ട് പൈസ തരാമെന്ന് പറയുക. ഓക്കെ, ബാങ്കിൽ നിന്ന് ചെറിയൊരു അഡ്വാൻസ് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ നിന്ന് ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്യുക, ബ്രിഡ്ജ് ക്യാപിറ്റൽ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് ടേം അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവങ്ങൾ മൊത്തം, നമ്മൾ ഈ പറഞ്ഞ ഈ ഷോർട്ട് ടേം ഫിനാൻസുകൾ മൊത്തം ബോറോഡ് ക്യാപിറ്റലാണ്. ഇതെല്ലാം എന്താണ്? ബോറോഡ് ഫണ്ടാണ്, നമ്മൾ കടം വാങ്ങിയ ഫണ്ടാണ്. ഇതിൽ ഓണേഴ്സ് ഫണ്ട് ഒന്നുമില്ല. ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബിസിനസ്സിലേക്ക് ലോങ് ടേമിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഷോർട്ട് ടേം ഫണ്ടിൽ അവർക്ക് വലിയ റോളില്ല. അപ്പോൾ ഇനി നമുക്ക് മീഡിയം ടേം ഫണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയം ടേം ഫണ്ട്സിൽ എന്തൊക്കെയാണ് ഓണേഴ്സിൻ്റെ ഫണ്ടെന്നും ബോറോഡ് ഫണ്ടെന്നും നമുക്ക് നോക്കാം. ഈ മീഡിയം ടേം ഫണ്ടിൽ ഒരേ ഒരു ഓണേഴ്സ് ക്യാപിറ്റൽ, ഒരേ ഒരു ഓണേഴ്സ് ഫണ്ട് മാത്രമുള്ളതാണ് പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽസ്. എന്താണ് പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽസ്? അപ്പോൾ നമുക്ക് ഷെയർ ക്യാപിറ്റലിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. ഷെയർ ക്യാപിറ്റൽ നമുക്ക് മെയിനായിട്ടാണ് 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്നും ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നും നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ഇത് രണ്ടും ജസ്റ്റ് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. 2 ഷെയർ ക്യാപിറ്റൽ തന്നെയാണ്. അതായത് ഒരു കമ്പനിക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ 10 ലക്ഷം രൂപ എന്നുള്ള ഒരു ഹ്യൂജ് എമൗണ്ടിനെ കമ്പനി ചെറിയ ഡിനോമിനേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ഡിനോമിനേഷൻസിനെയും വിളിക്കുന്ന പേരാണ് ഷെയർസ്. ഓരോ ഡിനോമിനേഷൻസിനെ എന്ന് വിളിക്കാം? നമുക്ക് ഷെയർസ് എന്ന് വിളിക്കാം. ഈ ഷെയർസിനെ പിന്നെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. പറഞ്ഞു, ഒന്ന് ഇക്വിറ്റി, ഒന്ന് പ്രിഫറൻസ്. ഒന്ന് ഇക്വിറ്റി, ഒന്ന് പ്രിഫറൻസ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും രണ്ടും എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ കമ്പനിയുടെ റിയൽ ഓണേഴ്സായിട്ട് പറയുന്നത്. മറ്റൊരു ഓണേഴ്സ് തന്നെയാണ്, പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട് അല്ലേ. എന്താണെന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്, അതായത് ജസ്റ്റ് ഒരു കമ്പനി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് 10 ലക്ഷം രൂപയിൽ ഒരു 5 ലക്ഷം രൂപ ഇക്വിറ്റിയാണ്, 5 ലക്ഷം രൂപ പ്രിഫറൻസുമാണ്. ഒരു വർഷം കഴിഞ്ഞു, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായത് വെറും 1 ലക്ഷം രൂപ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ കമ്പനി എന്താ ചെയ്യുന്നറിയാമോ? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്, എല്ലാത്തിനും മുൻഗണനയുണ്ട്. ആദ്യമേ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ കൊടുത്തതിന് ശേഷം അവർക്ക് കൊടുക്കാനുള്ള ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ ആയിരിക്കും അവർക്ക്. ആ ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ കൊടുക്കുക. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ കൊടുക്കുക. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും, എവരുടേത് ഫിക്സഡ് ആയിരിക്കില്ല. നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടോ അത്രയും പ്രോഫിറ്റ് നമുക്ക് കൂടുതൽ കിട്ടും. ഇപ്പോൾ കമ്പനിക്ക് ഒരു 10 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് 10 കോടി രൂപയുടെ പ്രപ്പോർഷനായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അപ്പോഴും എന്ത് കിട്ടും? ഫിക്സഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് മാത്രമേ കിട്ടൂ. അതുപോലെ ബിസിനസ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടായിരിക്കും റെഡീം ചെയ്യുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടായിരിക്കും നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കുക. ഇതുപോലുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കൂടുതൽ അതിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അടുത്ത് നോക്കി. ബോറോഡ് ഫണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോറോഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ്, ബോൺസ്, പബ്ലിക് ഡെപ്പോസിറ്റ്, ലോൺസ്, ലീസ് ഫിനാൻസിങ്, ഹയർ പർച്ചേസ്, യൂറോ ഡെറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ന്യൂ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഓക്കെ, നമുക്കിനി ലോങ് ടേം ഫണ്ട്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ?
അപ്പോൾ ലോങ് ടേം ഫണ്ട്സ് എന്താണെന്ന് നോക്കിയാൽ ലോങ് ടേം ഫണ്ട്സ് ഓണേഴ്സ് ഫണ്ടും ഉണ്ട്, ബോറോഡ് ഫണ്ടും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓണേഴ്സൊക്കെ എപ്പോഴും ഇഷ്യൂ ചെയ്യുന്നത് ഫണ്ട് റേസ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഫണ്ട് റേസ് ചെയ്യുന്നത് ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഓണേഴ്സിൻ്റെ ലോങ് ടേം ഫണ്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, റീറ്റെയിൻഡ് ഏർണിങ്സ്, ക്യാപിറ്റൽ സബ്സിഡീസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ്. നമുക്ക് ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. റീറ്റേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനിക്ക് 10 ലക്ഷം രൂപയൊക്കെ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അവർക്ക് ആ വർഷം പ്രോഫിറ്റ് 1 ലക്ഷം രൂപ ഉണ്ടായി. ആ വർഷം പ്രോഫിറ്റ് എത്രയുണ്ടായി? 1 lakh rupees പ്രോഫിറ്റ് ഉണ്ടായി. അപ്പോൾ നമ്മളെ കമ്പനി തീരുമാനിക്കുകയാണ് ഈ 1 lakh rupees ഞങ്ങൾ ഡിവിഡൻ്റായിട്ട് ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നില്ല. 1 lakh rupees ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നില്ല. കുറച്ച് പ്രോഫിറ്റ് നമ്മൾ ഫ്ലഫ് ബാക്ക് ചെയ്യുകയാണ്, കുറച്ച് പ്രോഫിറ്റ് നമ്മൾ പിടിച്ചു നിർത്തുകയാണ്, നമ്മുടെ ബിസിനസ്സിലേക്ക് റീറ്റെയിൻ ചെയ്യാണ്. എന്താ നമ്മൾ തീരുമാനിക്കുന്നു 25,000 രൂപ എന്ന് പറഞ്ഞ പ്രോഫിറ്റ് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണം. അവർക്ക് കൊടുക്കുന്നില്ല ഇപ്പം. അതാണെന്ന് പറഞ്ഞാൽ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് ആരുടെ ഫണ്ടാണ്? നമ്മുടെ ഓണേഴ്സിൻ്റെ ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ള പൈസ കൊടുക്കാതെ തിരിച്ച് നമ്മൾ ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതിനെന്തെന്ന് വിളിക്കുന്നത്? റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ബോറോഡ് ക്യാപിറ്റൽ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതായത് ഡിബെഞ്ചർ, ബോണ്ട്, ലോൺസ്, വെഞ്ചർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ടാക്സ് ലോൺസ്, ഇങ്ങനെയുള്ള വേറെ പലതരത്തിലുള്ള ന്യൂ ഡെറ്റ് ഇൻസ്ട്രുമെൻസും നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ഈ സോഴ്സ് ഓഫ് ഫണ്ടിനെ പറ്റിയിട്ടും ഈ ഫണ്ട്സിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ആളെ കൂടെ അറിഞ്ഞിരിക്കണം. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഈ കുറേ ഫണ്ടുകൾ പറയുന്ന സോഴ്സുകൾ പഠിച്ചില്ലേ? ഈ സോഴ്സുകളെല്ലാം നമ്മൾ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പം സപ്പോസ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലേ? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നമ്മൾ ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും കണ്ടു അല്ലേ? അതുപോലെ ഇപ്പം ക്യാഷ് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ ട്രേഡ് ക്രെഡിറ്റ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് അല്ലേ? ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഡീൽ ചെയ്യുന്ന, ഈ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ട്രേഡ് എടുക്കുന്ന മാർക്കറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഫിനാൻഷ്യൽ മാർക്കറ്റ് വേർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ട്രേഡഡ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് കൊണ്ട് നമുക്ക് 3 ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് 3 മേജറായിട്ടുള്ള എക്കണോമിക് ഫങ്ഷൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിസ്കവറി. അതായത് ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്കിപ്പോൾ എങ്ങനെ അറിയാം? നമ്മുടെ കമ്പനിയുടെ നിലവാരം എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നേരെ ആ കമ്പനിയുടെ ഷെയർ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ നോക്കുക, മാർക്കറ്റിൽ നമ്മൾ നോക്കുക ആ കമ്പനിയുടെ ഷെയർ ഇപ്പോൾ എത്രയാണ്. ഇപ്പം 10 രൂപ മുകളിലുള്ള ഷെയർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 200-നും 300-നൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? കമ്പനി ഹ്യൂജ് പ്രോഫിറ്റിലാണ്, ഷെയർ നല്ല ഹൈ റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ കൂടുതലുള്ള കമ്പനി ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? അനുമാനിച്ചൂടെ? അപ്പോൾ നമ്മുടെ പ്രൈസ് ഡിസ്കവറി അവർ നമുക്ക് സഹായിക്കും. പിന്നെ നോക്കി ലിക്വിഡിറ്റി. നമുക്ക് പെട്ടെന്നൊരു ഫണ്ട് വേണം, നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നു. എവിടെ? നമ്മുടെ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ. നമുക്ക് അവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അത് മേടിച്ചുകൊണ്ടും അല്ലെങ്കിൽ വിറ്റുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ടുകൾ റേസ് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത് നോക്കി റെഡ്യൂസിങ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. സപ്പോസ് നിങ്ങളൊരു എക്സാമ്പിൾ ചിന്തിച്ച് നോക്കുക. ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. നമ്മുടെ കുറേ ഫിനാൻഷ്യൽ മാർക്കറ്റുകളുണ്ട്. സെബിയുടെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രവർത്തിക്കുന്ന കുറേ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊന്നും നമ്മുടെ നാട്ടിലില്ല. ഒരാൾക്ക് പുതിയതായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഷെയർ അല്ലെങ്കിൽ പുതിയതായിട്ട് കുറച്ച് ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഈ ഇൻഫ്രാസ്ട്രക്ചറെല്ലാം അവർ ആദ്യമായിട്ട് ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ അവരുടെ കോസ്റ്റ് ഹൈ ആയിരിക്കും. പക്ഷേ ഇവിടെയാണെങ്കിലോ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊന്നും വേണ്ട. കമ്പനി രജിസ്റ്റർ ചെയ്യുക, കമ്പനിയുടെ സ്റ്റോക്കുകൾ രജിസ്റ്റർ ചെയ്യുക, ട്രേഡ് ചെയ്യുക. കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ബാധിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ മാത്രം മതി. അപ്പോൾ കോസ്റ്റ് എഫിഷ്യൻ്റ് അല്ലേ? കോസ്റ്റ് കുറച്ചില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന 3 മേജറായിട്ടുള്ള എന്തെന്ന് പറയുന്നത്? നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഒന്ന് മണി മാർക്കറ്റ് എന്നും ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. ഒന്ന് മണി മാർക്കറ്റ് എന്നും ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. അപ്പോൾ ക്യാപിറ്റൽ നേട്ടം നമുക്ക് പറയാൻ പറ്റൂലേ? ഇതെന്താണ്? ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ആ സെയിം തന്നെയാണ് ഇവിടെയും. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ട്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, അതായത് 1 വർഷത്തിന് താഴെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മീഡിയം ടേം ഇല്ലേ, അതായത് 1-നും 5-നും ഇടയ്ക്ക്, അതിനേക്കാളും കുറച്ചും കൂടെ താഴേക്ക് 2.5 അങ്ങനെയൊക്കെ വരുന്ന ഷോർട്ട് ടേം ആയിട്ടുള്ള നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമുക്ക് മണി മാർക്കറ്റ് എന്ന് വിളിക്കാം. പക്ഷേ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വിളിക്കാം. നോക്കിയേ,
ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് ഹൈ ലിക്വിഡിറ്റി ആൻഡ് ഷോർട്ട് മെച്യൂരിറ്റി. ഹൈ ലിക്വിഡിറ്റി ആൻഡ് ഷോർട്ട് മെച്യൂരിറ്റി അല്ലേ, പെട്ടെന്ന് പൈസയാക്കി മാറ്റാൻ പറ്റുന്നത്. അതായത് ഷോർട്ട് മെച്യൂരിറ്റിയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ പറയുന്ന കണക്ക് ഒരു സ്ഥലത്ത് പോയിരുന്നു, നമ്മൾ ചന്തയിൽ പോയിരുന്നു വിൽക്കുന്ന കണക്കാണോ അവിടെ വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഫോണിൽ കൂടെ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം അല്ലേ. നമ്മൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഹ്യൂജ് ആയിട്ടൊരു ഫണ്ട് ഉണ്ട്, ഒരു 5 കോടി രൂപയൊക്കെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. പെട്ടെന്ന് ബാങ്കിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് 1 കോടി രൂപ വിഡ്രോ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ബാങ്കിന് അത്രയും ഫണ്ട് അവർ ഒരു ബ്രാഞ്ചിൽ സൂക്ഷിക്കത്തില്ല. അവരെന്ത് ചെയ്യും, ജസ്റ്റ് ഒരു കോൾ ചെയ്യത്തേ ഉള്ളൂ അല്ലേ. കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് പല സോഴ്സുകളിൽ നിന്നും ഫണ്ട് അവരുടെ ബാങ്കിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇത് ജസ്റ്റ് അപ്പോൾ അവിടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടോ ഇല്ല, ജസ്റ്റ് ഫോണിൽ കൂടെ വേണമെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. അതാണ് ഇതെന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു ദ പ്ലേസ് വെയർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ റിസീവ്ഡ് ബിറ്റ്വീൻ സപ്ലയേഴ്സ് അറ്റ് ക്യാപിറ്റൽ ആൻഡ് ദോസ് ഹു ആർ നീഡ് ടു ക്യാപിറ്റൽ. അതായത് നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ ഫേമിൻ്റെ കയ്യിലൊക്കെയുള്ള അവരുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ ഇടുക. അവരുടെ കയ്യിലുള്ള നമ്മുടെ സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ഇടും. അപ്പോൾ ഈ ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് വന്ന് മേടിക്കും അല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള ട്രേഡ് ഒരു ലോങ് ടേമിലേക്കുള്ള ട്രേഡ് നടക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൈമറി മാർക്കറ്റെന്നും സെക്കൻഡറി മാർക്കറ്റും. നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് എന്താണെന്ന് പറയാം. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർസും സെക്യൂരിറ്റീസും ഒക്കെ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, അതായത് ഒരു കമ്പനി ആദ്യമായിട്ട് അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ് അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ്, അത് എവിടെയായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്, പ്രൈമറി മാർക്കറ്റിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഒരു വട്ടം ഇഷ്യൂ ചെയ്ത ഷെയർസിനെ വീണ്ടും ട്രേഡ് ചെയ്യുകയാണ്, നമ്മൾ വില കൂടുമ്പോൾ വീണ്ടും വിൽക്കുകയാണ്, അല്ലെങ്കിൽ വില കുറയുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വേണ്ടാന്ന് കരുതി നമ്മൾ വിറ്റ് കളയാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സെക്കൻഡറി ട്രേഡിംഗ് നടക്കുന്ന മാർക്കറ്റാണ് എന്ന് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഞാൻ വീണ്ടും ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാം. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ സെബി എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? സെബി എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പെക്സ് ബോഡിയാണ്. അതായത് നമ്മുടെ ഈ മാർക്കറ്റിനെ, നമ്മുടെ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ സെക്യൂരിറ്റീസ്, നമ്മുടെ ഈ ഷെയർസ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന അപ്പെക്സ് ബോഡി, ഏറ്റവും കൂടുതൽ പവറുള്ള ഒരു ബോഡിയാണ് എന്തെന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പം നമ്മുടെ ഈ സെബിക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സെബിയുടെ ഒബ്ജക്റ്റീവ് നമുക്ക് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സെബിക്ക് മെയിനായിട്ട് 3 ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ്. 3 ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കി. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് അവരുടെ ഇൻട്രസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, പ്രോഫിറ്റ് കൂടുക, ഫ്രോഡ് കുറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ഇൻട്രസ്റ്റിനെ നമ്മൾ കീപ്പപ്പ് ചെയ്യുക. അവിടെ നോക്കി. പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുക. റെഗുലേറ്റിംഗ് ഓഫ് മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുക അല്ലേ. അവിടെ കള്ളത്തരങ്ങളും ചതികളും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളും നടക്കാതെ പ്രോപ്പറായിട്ട് റെഗുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ 3 ഫംഗ്ഷൻസ് ആണ് എന്ത് സെബിക്ക് ഉള്ളത്, അല്ലെങ്കിൽ 3 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മുടെ സെബിക്കുള്ളത്. ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഓടിച്ചൊന്ന് വായിച്ചാൽ മാത്രം മതി. ഓക്കെ. റെഗുലേറ്റ് ദ ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അതർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അത് നമ്മുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ബിസിനസ് ഓഫ് സ്റ്റോക്കുമായിട്ട് സംബന്ധിക്കുന്ന ബിസിനസ്സുകളെല്ലാം പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, നമ്മുടെ ഏജൻറ്റുകൾ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, നമുക്ക് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാ രജിസ്ട്രേഷൻസും അവരെ പ്രോപ്പറായിട്ട് റെഗുലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അവിടെ നോക്കി. രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് വർക്കിംഗ് ഓഫ് ഡെപ്പോസിറ്ററി കസ്റ്റോഡിയൻസ് ഇൻക്ലൂഡിങ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിനെയും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യുക, അവരെ റെഗുലേറ്റ് ചെയ്യുക. അവിടെ നോക്കി. പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് SROs എന്ന് പറഞ്ഞാൽ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്. ആ ഓർഗനൈസേഷൻസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അവരെ റെഗുലേറ്റ് ചെയ്യുക. പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡ് അല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അതായത് കള്ളത്തരങ്ങളും ചതികളും ഒന്നും ഇല്ലാതെ നമ്മളെ മാർക്കറ്റിനെ വളരെ ട്രാൻസ്പെറൻ്റ് ആക്കുക. പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക. ലെവി ഓഫ് ഫീസ് ആൻഡ് അതർ ചാർജസ്, അതായത് നമ്മൾ ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫീസും ചാർജസും ഒക്കെ ഈടാക്കും. അപ്പോൾ അതിനൊക്കെ ഉള്ള ഫംഗ്ഷൻ, ആ റൈറ്റ് എല്ലാം ആർക്കാണുള്ളത്, നമ്മുടെ സെബിക്കാണ് ഉള്ളത്. കണ്ടക്ടിങ് റിസർച്ചസ് കണ്ടക്ട് ചെയ്യുക. പവർ ടു കോൾ പീരിയോഡിക്കൽ റിട്ടേൺസ് ഓഫ് എനി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമ്മുടെ ഇന്ത്യയിലുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെയും പീരിയോഡിക്കൽ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ റിട്ടേൺസ്, അതെല്ലാം എന്ത് ചെയ്യുക, കളക്ട് ചെയ്യാനൊക്കെ ഉള്ള അധികാരം ആർക്കാണുള്ളത്, നമ്മുടെ സെബിക്കാണ് ഉള്ളത്. ഇപ്പോൾ ഇതൊക്കെയാണ് സെബിയുടെ മെയിനായിട്ട് പവേഴ്സും നമ്മുടെ ഫംഗ്ഷൻസും എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മുടെ ഈ കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് 2 ആൾക്കാരാണ്.
അല്ലെങ്കിൽ നമ്മുടെ ഈ ഫിനാൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് രണ്ടാൾക്കാരാണ്. ഒന്ന് നമ്മുടെ RBI പറ്റി പറയേണ്ട കാര്യമില്ല. നമ്മുടെ ബാങ്കിനെയും കാര്യങ്ങളും എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ നോട്ട് ഇഷ്യൂ ചെയ്യുന്നിടം തൊട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫണ്ടുമായിട്ട് ബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ റിപ്പോ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, റിവേഴ്സ് റിപ്പോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. RBI പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. SEBI പറ്റി നമ്മൾ പറഞ്ഞു. അപ്പം ഇവർ രണ്ടുപേരും പുറപ്പെടുവിക്കുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് വേണം ഒരു ബിസിനസ് മുമ്പോട്ട് പോകാൻ. കൂടാതെ ഒരു കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കണം. മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ലേബർ ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ലോസ് പ്രകാരം എല്ലാ റൂൾസും റെഗുലേഷൻസും പാലിച്ചിട്ട് വേണം നമ്മുടെ കമ്പനിയും മുമ്പോട്ട് പോകാൻ. ഇനിയാണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാനിന്ന് പറയുന്നുള്ളൂ. നമ്മൾ ഇത് ഇനി മെയിനായിട്ട് അടുത്ത വീഡിയോസിൽ പഠിക്കും, നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞതിന് ശേഷം. ഓക്കെ, ടൈം വാല്യൂ ഓഫ് മണി. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം കടക്കാൻ പോകുന്നത്, ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, പണ്ട് ഒരു 100 രൂപ ഉണ്ടായിരുന്നു. പണ്ട് ഒരു 100 രൂപ, അതായത് പണ്ടത്തെ കാലത്ത് ഒരു പത്രത്തിൻ്റെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സ്വർണ്ണത്തിന് റെക്കോർഡ് വില പവന് 369 രൂപയെന്ന്. പവൻ എത്ര രൂപ? 369 രൂപ. അപ്പോൾ പണ്ട് ഒരു 10-50 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ ഒരു 30 കൊല്ലം മുമ്പ് 369 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പവൻ സ്വർണം ഇന്ന് കിട്ടുന്ന എത്ര രൂപയ്ക്കാണ്? 25,000 രൂപയ്ക്ക് മേലെ, അല്ലേ? 25,000 രൂപയ്ക്ക് മേലെ. അപ്പോൾ നമ്മുടെ പൈസയുടെ, നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ മാറിയില്ലേ? പണ്ട് നമ്മൾ 1 രൂപയ്ക്ക് ഒരു 4 നാരങ്ങ മുട്ടായി മേടിക്കുമെങ്കിൽ ഇന്ന് 1 രൂപയ്ക്ക് ചിലപ്പോൾ ഒരെണ്ണേ കിട്ടത്തുള്ളൂ, അല്ലേ? അപ്പം നമ്മൾ മേടിക്കുന്ന സാധനം ഒന്നായിരുന്നു, പക്ഷേ അതിൻ്റെ റേറ്റിൽ മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഇത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ചിലപ്പം സാധനങ്ങളുടെ വില കൂടിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാരുടെ ലഭ്യത കുറഞ്ഞുകൊണ്ടായിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം വിലയിൽ മാറ്റം വന്നത്. ഇത് വിലക്കയറ്റം മാത്രമല്ല. അപ്പം നമുക്ക് പറയാൻ പറ്റും, പണ്ട് ഞാൻ 100 രൂപ കൊണ്ട് വാങ്ങിയിരുന്ന സാധനം ഇന്ന് മേടിക്കണമെങ്കിൽ, നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ പറയാറുണ്ടല്ലേ, പണ്ട് ഞാൻ 100 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം ഇന്ന് മേടിക്കണമെങ്കിൽ ചിലപ്പം 1000-1 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ മണിയുടെ വാല്യൂവിന് ഒരുപാട് മാറ്റമുണ്ട്, അല്ലേ? അപ്പം അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് തുടക്കം. ഇവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ക്രക്സ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പം ഇവിടെ നോക്കി, പണ്ട് ഇതിൻ്റെ വില 369 ആയിരുന്നു. ഇപ്പോൾ എത്രയായി? 25,000 രൂപയായി. ഓക്കെ, അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്നത്തെ 25,000 രൂപയുണ്ട്. ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 50 കൊല്ലം മുമ്പ് അതിൻ്റെ വില എന്തായിരിക്കും എന്ന് നമുക്കറിയണ്ടേ? അതായത് പണ്ടത്തെ വില അത് നമുക്കറിയണം. അതുപോലെ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 3,609 രൂപയുണ്ട്. 369 രൂപയുണ്ട്. അതിന് ഫ്യൂച്ചറിൽ ഒരു 100 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ വില എന്തായിരിക്കും എന്ന് നമുക്കറിയണ്ടേ? അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളറിയണം. അപ്പോൾ അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് മെത്തേഡ്, അത് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഡിസ്കൗണ്ടിങ് മെത്തേഡ്, അത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമാണ് തരുന്നത്. ഇനി നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോസിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമ്മുടെ കോമ്പൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ട്. സിംഗിൾ ഫ്ലോ, മൾട്ടിപ്പിൾ ഫ്ലോ, ആനുവിറ്റി. ഇത് ഞാനിവിടെ പറയുന്നില്ല, നമുക്ക് പഠിക്കാം. അതുപോലെ ഡിസ്കൗണ്ടിങ് മെത്തേഡും 4 എണ്ണം ഉണ്ട്. സിംഗിൾ ഫ്ലോ, അൺഈവൻ മൾട്ടിപ്പിൾ ഫ്ലോ, ആനുവിറ്റി, പെർപെച്യൂറ്റി. ഇത് 4 എണ്ണവും ഈ ഐറ്റംസ് മൊത്തം നമ്മൾ പഠിക്കും. നമ്മളെ ഈ ഒരു സബ്ജക്റ്റ് മൊത്തം കിടക്കുന്നത് ഈ സംഭവങ്ങളുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും പഠിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു കാര്യം മാത്രം, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് വേണമെങ്കിൽ, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് GST പഠിച്ചതുപോലെ ഈ വീഡിയോയും പഠിക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് റെസ്പോണ്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ആ ഒരു റെസ്പോണ്ട് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ രണ്ടാമത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.